100 മാനുഫാക്ചറിംഗ് ബിസിനസ് ഐഡിയകൾ 24ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയർ ഫൈബർ കൊണ്ടുള്ള ഡിഷ് ആൻഡ് ബോഡി സ്ക്രബ്ബർ. നമുക്കറിയാം, പ്ലാസ്റ്റിക് ബാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് വളരെയധികം ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കയർ സ്ക്രബറിൻ്റെ ഗോൾഡൻ ടൈമാണ് ഇപ്പോൾ. വീടുകൾ, ഹോട്ടലുകൾ, ജിം, സ്പാ സെൻറ്റേഴ്സ് എല്ലാം നാച്ചുറൽ സ്ക്രബ്ബേഴ്സിന് വളരെ അത്യാവശ്യം ഡിമാൻഡുമാണ്. സ്കിൻ കെയർ ക്രേസ് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ വളരെയധികം ഡിമാൻഡാണ് ഇപ്പോൾ. ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമുക്ക് വേണ്ട കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 12,000 തൊട്ട് 25,000 രൂപ വരെ മതി എന്നതാണ് ഇതിന് വളരെയധികം ആകർഷണീയമായ ഫാക്ടർ. ഇതിനൊരു ഫാക്ടറി വേണം, വേണ്ട നമുക്ക് വീട്ടിലെ ഒരു ചെറിയ റൂമോ അല്ലെങ്കിൽ ഗ്യാരേജോ മാത്രം മതി. ഇതിന് വേണ്ട മെഷീനറീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ കയർ പിരിക്കാനുള്ള യന്ത്രം മാനുവലായിട്ടുള്ളത്, പിന്നെ നമുക്കൊരു സിസേഴ്സ്, നീഡിൽ, വുഡൻ ഫ്രെയിം, അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഹീറ്റ് സീലർ. നമുക്ക് പാക്കേജിങ് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ ചെയ്യാൻ ഒരു ഓപ്ഷനിലായിട്ട് ഹീറ്റ് സീലർ. ഇതിന് ഇലക്ട്രിസിറ്റി വേണ്ട എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അടുത്തത് നമുക്ക് ഇതിന് വേണ്ട റോ മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് കയർ ഫൈബറാണ്. ഇത് നമുക്ക് ആലപ്പി, കൊല്ലം, തൃശ്ശൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെ സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. 20 തൊട്ട് 30 രൂപ വരെ കിലോക്കുള്ള ചാർജ് വരുന്നത്. അടുത്ത് നമുക്ക് നാച്ചുറൽ കോട്ടൺ മെഷാണ് ബോഡി സ്ക്രബ്ബറിൻ്റെ സോഫ്റ്റ് ലെയറിങ്ങിന് വേണ്ടിയിട്ട്. അത് 60 per kg ആണ് സാധാരണ നമുക്ക് ടെക്സ്റ്റൈൽ ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ എക്കോ ഡൈസ് ഓപ്ഷനിലായിട്ട് നമുക്ക് ആമസോൺ അല്ലെങ്കിൽ ലോക്കൽ കെമിസ്റ്റിൻ്റെ അടുത്തൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ്. സ്ക്രബ്ബേഴ്സിൽ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് എഡ്ജിങ് ഫിനിഷിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചാക്കൊണ്ടുള്ള നൂലോ അല്ലെങ്കിൽ ഗട്ട്സ് പോലുള്ള ഇതോ ടൈയിങ്ങിന് വേണ്ടിയിട്ട് വേണം. നമുക്ക് 100 രൂപയാണ് ഇതിൽ നമുക്ക് ഒരു റോളിനൊക്കെ വില വരുന്നത്. അതുപോലെ തന്നെ ഇത് പ്രൊഡക്ഷൻ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ കയറിൻ്റെ ഫൈബർ നമ്മൾ ഒന്ന് നനച്ചെടുത്ത് സോക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്യുക, എന്നിട്ട് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് നമ്മളിത് ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മളിതിൻ്റെ എഡ്ജസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് വളരെ ആകർഷണീയമായ എക്കോ ഫ്രണ്ട്ലി പാക്കേജിൽ ഇത് പാക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഒരു ബാച്ചിന് സാധാരണ 8 മിനിറ്റ്, അതായത് 4 മിനിറ്റിൽ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് വഴിയും, അതുപോലെ തന്നെ നമ്മൾ തൊട്ട് അടുത്തുള്ള ആയുർവേദ ഷോപ്പുകൾ, ലോക്കൽ സെലൂൺ, ഹോസ്റ്റൽസ്, ജിമ്മി, കിരാണ സ്റ്റോറിലേക്കൊക്കെ നമുക്ക് ഡയറക്റ്റോ അല്ലെങ്കിൽ ഈ ചാനൽ വഴി, സോഷ്യൽ മീഡിയ വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യാൻ മീഷോ, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി അത് നമുക്ക് പോസിബിൾ ആണ്. ഇനി ഇതിൻ്റെ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ചെക്ക് ചെയ്ത് ഒരു യൂണിറ്റിന് ഇതിനുള്ള ചിലവ് വരുന്നത് 7 to 10 rupees ആണ്. അതുപോലെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് ഡിഷ് വാഷിനുള്ള 30, അതുപോലെ തന്നെ ബോഡി സ്ക്രബ്ബറിന് 50 rupees ആണ്. അപ്പോൾ 20 to 40 ആവറേജ് പ്രോഫിറ്റ് ഒരു പീസിൽ കിട്ടും. നമ്മൾ ഡെയിലി മിനിമം ഒരു 100 പീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2,000 to 4,000 rupees വരെ നമുക്ക് ഇതിൽ എന്തായാലും പ്രോഫിറ്റ് ഇതാക്കാൻ പറ്റും. മന്ത്ലി ROI എന്ന് പറയുന്നത് 120 to 100% ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അതുപോലെ സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. യെസ്, തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുടുംബശ്രീ അങ്ങനെയുള്ള ലോക്കൽ സ്ത്രീകളുടെ കൂട്ടായ്മകളിലൂടെയുള്ള അവരൊക്കെ ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രാഞ്ചൈസി ആയിട്ടും ഒക്കെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ പുതിയ പ്രോഡക്റ്റുകൾ, കയർ ബാത്ത് ഗ്ലൗസ്, ഫുഡ് സ്ക്രബ്ബേഴ്സ്, പെറ്റ് ബ്രഷസ്, ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ രീതിയിലും വലുതാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, കയർ ബോർഡൊക്കെ വഴി നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് ഫ്രാഞ്ചൈസി സ്റ്റോറുകൾ, നമ്മളുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ ഫ്രാഞ്ചൈസി സ്റ്റോറുകൾ പല ലൊക്കേഷനിലും ലോക്കൽ വുമൻസിനെ എംപവർ ചെയ്യുക എന്നുള്ള രീതിയിൽ ആ രീതിയിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ബിസിനസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് വേണ്ടി ഉത്തമ വഴികാട്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.